ഇതാരാണാവോ? അമ്മേ, ദാ നീ വല്ലതും കഴിച്ചോ? ആ, നോക്ക്, അമ്മയോട് കള്ളം പറയരുത്. പറ, നീ കഴിച്ചോ ഇല്ലയോ? ഇല്ലമ്മേ. നേരെ വണ്ണം നല്ല ഭക്ഷണം കഴിക്കാതെ എന്റെ കുഞ്ഞ് ക്ഷീണിച്ചു പോയി. വാ. എന്താ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുന്നേ? അനൂപ. അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ലേടാ. നീ എത്ര പൊക്കം വെച്ചാലും എനിക്ക് കൺമുന്നിൽ നീ കുഞ്ഞു തന്നെയാ. അല്ല, ഞാൻ ഇതാരാന്നിങ്ങനെ ചിന്തിക്കുമായിരുന്നു. എന്നാ ഇനി അങ്ങനെ ഒരുപാട് ചിന്തിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. എന്റെ ഫ്രണ്ടാ, പേര് നൂർജഹാൻ. ഓ, നൂറേ, ഇതെന്റെ ശാരദാമ്മ. എന്റെ അമ്മയെക്കാളും എന്നെ സ്നേഹിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, എന്റെ എല്ലാം ആയിട്ടുള്ള എന്റെ വളർത്തുമ്മാന്ന് തന്നെ പറയാം. ബാക്കി കഥകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. അപ്പൊ ഇതാണ് കുടുംബശ്രീ ശാരദാമ്മ. ഞാൻ കേട്ടിട്ടുണ്ട്. എന്നെ കുറിച്ചോ? ശാലിനി ചേച്ചിയുടെ ഹസ്ബൻഡ് വിഷ്ണുവേട്ടനും കുടുംബവും താമസിക്കുന്നത് ഞങ്ങളുടെ വാടക വീട്ടിലാ. ഓ, അതുകൊണ്ട് ഏറെക്കുറെ കാര്യങ്ങൾ എനിക്കറിയാം. കൊള്ളാം, പഴയൊരു തറവാട്. എനിക്ക് ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഭയങ്കര ഇഷ്ടാ. ഞാനൊന്ന് കേറി കണ്ടോട്ടെ? മോൾ എവിടെ വേണമെങ്കിലും കേറി കണ്ടോ. ഞങ്ങളുടെ അനൂപിന്റെ കൂടെ വന്ന കുട്ടിയല്ലേ, ഞങ്ങക്ക് അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ. കണ്ടുവരുമ്പോ ഞാൻ ചായ എടുക്കാം. അയ്യോ, ചായ ഒന്നും വേണ്ട ശാരദാമ്മേ, അതൊക്കെ ഞങ്ങൾ കുടിച്ചതാ. ഞാൻ ഇതൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. ഓ, എടാ നീ വാ. ശാരദാമ്മേ, ഞാൻ കുഞ്ഞീച്ചയെ കണ്ടിരുന്നു. അവള് പറഞ്ഞു. ഞാനപ്പോ ചോദിക്കുകയും ചെയ്തു, എന്നിട്ട് എന്താ നിന്നെ വീട്ടിലേക്ക് വിളിക്കാത്തേന്ന്. നീ വാ, ഞാൻ ചായ എടുക്കാം. ശാരദാമ്മ ഒന്ന് നിന്നേ. ആ, ഒരു കാര്യമുണ്ട്. എടാ ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? ശാരദാമ്മ, ഞാൻ വന്നത് തന്നെ ശാരദാമ്മയോട് കാര്യം പറയാനാ. എനിക്ക് തോന്നി നീ വന്നിരിക്കുന്ന എന്തോ ഒരു കോളും കൊണ്ടാണെന്ന്. എൻ്റെ ഈ വരവ് തന്നെ ഇവളെ കാണാൻ വേണ്ടിയിട്ടാ. എനിക്കെന്ത് ഇഷ്ടമാണെന്നറിയോ നൂറിനെ? പക്ഷേ എൻ്റെ അമ്മയുടെ കാര്യം അറിയാലോ, സമ്മതിക്കില്ല.